വയനാട്ടിലെ ആളെക്കൊല്ലി ആന ബെലൂർ മഗ്ന കേരള കർണാടക അതിർത്തിയായ മച്ചൂരിൽ ബാവലി മൈസൂർ റോഡിൽ നിന്നും 500 മീറ്റർ അകലെയാണ് ആനയുടെ സാന്നിധ്യം. വനവകുപ്പ് അധികൃതർ സ്ഥലത്തിന്റെ വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഇവിടെ ഇന്ന് പുലർച്ചെ കബനി നദി നീന്തി പെരിക്കലൂരിൽ എത്തിയിരുന്നു ആന. അത്തരത്തിലുള്ള വിശദാംശങ്ങളാണ് നമുക്ക് ലഭ്യമായത്. മുള്ളംകൊല്ലിയിൽ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചു എന്നാണ് ജനപ്രതിനിധികളടക്കം അവിടുത്തെ പഞ്ചായത്ത് അധികൃതരടക്കം പറഞ്ഞത്. പിന്നീട് ഈ ആനയുടെ ഗതി മാറി വീണ്ടും കേരള കർണാടക അതിർത്തിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. മച്ചൂരിലാണ് ഇപ്പോൾ ആനയുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതിലോ. ഒപ്പം വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം അവിടത്തേക്ക് തിരിച്ചിട്ടുണ്ടോ? തീർച്ചയായും കെ.പി. 3 ദിവസമായി ഈ കർണാടക കേരള അതിർത്തി പ്രദേശങ്ങളിലായിരുന്നെങ്കിൽ ഇന്നലെ പൂർണ്ണമായും ഈ ആന കർണാടകയിലേക്ക് മാറുകയായിരുന്നു. അത്തരത്തിൽ വലിയ ആശ്വാസത്തിലായിരുന്നു ജനങ്ങൾ. പക്ഷേ ദൗത്യവുമായി ബന്ധപ്പെട്ട വലിയ ആശങ്കയാണ്. കാരണം കേരളത്തിലെത്തിയാൽ മാത്രമായിരിക്കും ഇത്തരത്തിൽ ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയുക. എന്നാലും ഇന്നലെ പൂർണ്ണമായും ഈ കർണാടക കേരള അതിർത്തിയിൽ നിന്നും 3 കിലോമീറ്റർ ഉള്ളിലേക്കുള്ള ഉൾവനത്തിലായിരുന്നു ഈ ആനയെങ്കിൽ അത്തരത്തിൽ വലിയ പ്രതീക്ഷയോടെയായിരുന്നു ജനങ്ങൾ കഴിഞ്ഞിരുന്നത്. എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഈ കബനി പുഴ പൂർണ്ണമായും ഈ ആന കടന്ന് ഈ കേരളത്തിലേക്ക് അകത്തേക്ക് എത്തിയിരിക്കുകയാണ്. മുള്ളംകൊല്ലി പഞ്ചായത്തിലാണ് നിലവിൽ ഇന്നലെ 4 മണിയോടെ ഈ ആനയുടെ സാന്നിധ്യം കണ്ടത്. തുടർന്ന് മുള്ളംകൊല്ലി പഞ്ചായത്തിലെ മരക്കടവ് പ്രദേശത്താണ് ഈ ആന ഉണ്ടായിരുന്നത്. മരക്കടവിൽ ആദ്യം ജോസിന്റെ തെങ്ങുംതോപ്പിലെത്തിയ ആന തുടർന്ന് സമീപത്തെ പള്ളി പുരയിടത്തിലേക്കും നിലയുറപ്പിച്ചു. തുടർന്ന് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തിയാണ് ഈ ആനയെ തുരത്താനുള്ള നടപടികൾ ആരംഭിച്ചത്. അതിനുശേഷം തന്നെ ഈ ഇത്തരത്തിൽ വനംവകുപ്പ് അധികൃതർ കൂടുതലായി അവിടെ എത്തി ഈ ആനയെ നിലവിൽ കബനി പുഴ തുരത്തി ഈ കേരള കർണാടക അതിർത്തി പ്രദേശമായ മച്ചൂരിൽ എത്തിച്ചിട്ടുണ്ട്. എന്നാലും ജനങ്ങൾ വലിയ ആശങ്കയിലായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ ആന ഇപ്പോൾ കൂടെയുള്ള മോഴയാന കൂടെ ഇല്ലാത്തതിനാൽ മറ്റൊരു മോഴയാന കൂടെ ഈ ആനയുടെ ഒപ്പമുണ്ടായിരുന്ന ആ മോഴയാന കൂടെ ഇല്ലാത്തതിനാൽ ഈ ആന അക്രമ സ്വഭാവം കൂടുതലായി കാണിക്കുകയാണ്. ദൗത്യസംഘത്തിന് നേരെ 2 ദിവസം മുൻപ് പാഞ്ഞെടുത്തിരുന്നു. കുങ്കിയാനകളെ ഉൾപ്പെടെ ആക്രമിക്കാൻ ഈ ആന ശ്രമിക്കുന്നു. അത്തരത്തിൽ വലിയ ആശങ്കയിലാണ് ദൗത്യസംഘം. എന്നാൽ ജനങ്ങൾ ഇന്നലെ ആശങ്ക ഒഴിഞ്ഞ ഒരു നേരമായിരുന്നു. കാരണം ഈ ആന എന്തായാലും കർണാടകയിലേക്ക് കടന്നു എന്ന വാർത്തകൾ വന്നിരുന്നു. കർണാടകയിലെ ഉൾവനത്തിൽ നിന്നായിരുന്നു ഇന്നലെ 3 കിലോമീറ്റർ അകലിൽ നിന്നായിരുന്നു ഇത്തരത്തിൽ സിഗ്നൽ ലഭിച്ചതും. എന്നാൽ ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഈ ആന കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ആനയുടെ പൊതുവെയുള്ള സ്വഭാവം രാവിലെയുള്ള ഈ സമയങ്ങളിലെല്ലാം ഈ ഉൾവനത്തിലേക്ക് വലിയുകയും തുടർന്ന് രാത്രിയാകുമ്പോൾ പുലർച്ചെയെല്ലാം ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നത് വലിയ പ്രശ്നമായിരിക്കുന്നത്. ഇത് ദൗത്യസംഘത്തിനാണ് കൂടുതലായി ബാധിക്കുന്നത്. കാരണം രാവിലെ ഈ ട്രാക്ക് ചെയ്ത് ഇതിൻ്റെ സിഗ്നൽ ലഭിച്ച് ഈ ആനയെ തേടി എത്തുമ്പോൾ കാട്ടിനുള്ളിലേക്കായിരിക്കും, ഉൾവനത്തിലായിരിക്കും. എന്തായാലും അവിടെ വെച്ച് ഈ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതോടൊപ്പം കുങ്കിയാനകളെ അവിടെ എത്തിക്കണം. ഈ ആനയെ പിടികൂടിയ മുത്തങ്ങയിലേക്ക് മാറ്റാനുള്ള എലിഫന്റ് ആംബുലൻസ് അവിടെ എത്തിക്കണം. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ പുലർച്ചെയും രാത്രിയുമല്ല ഈ ആന നാട്ടിൻ പ്രദേശത്താണ് ചുറ്റി നടക്കുന്നത്. കെ.പി. അപ്പം ഈ സീറ്റ് പറഞ്ഞതുപോലെ തന്നെ ഈ ആനയുടെ ഒരു ഗതി അത് കൃത്യമായി നിർണ്ണയിക്കാൻ സ്വാഭാവികമായും കഴിയില്ല. ഒന്ന്, ആനയുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ് വനം. അതുകൊണ്ട് തന്നെ ഒരു സർവ്വസ്വതന്ത്രനായിട്ടുള്ള ഒരു വിഹാരമാണ് ആനയെ സംബന്ധിച്ചിടത്തോളം, ബെലൂർ മഗ്നയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. പക്ഷേ അവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തിച്ചേരുക, അവിടെ യാത്ര തിരിക്കുക, ഇതിനെ പിന്തുടരുക എന്നത് അത്രത്തോളം പ്രതിസന്ധി ഉണ്ടാക്കുന്ന പല ഘട്ടങ്ങളുമുണ്ട്, പല പ്രതികൂല സാഹചര്യങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ദൗത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഈ ദൗത്യം അനന്തമായി ഇങ്ങനെ നീണ്ടു പോകുന്നതൊരു വെല്ലുവിളി തന്നെയാണല്ലേ? തീർച്ചയായും കെ.പി. ഈ അരുൺ സക്രെ അടക്കം ഈ വന്യമൃഗങ്ങളെ പിടികൂടുന്നതിൽ വിദഗ്ധനായ അരുൺ സക്രെ അടക്കം ഈ ദൗത്യത്തിന്റെ പങ്കാളിയാകുകയാണ്. പക്ഷേ അരുൺ സക്രയ്ക്ക് പോലും ഈ ആനയെ പിടികൂടാൻ കഴിയുന്നില്ല. കാരണം ഈ ആന തുടർച്ചയായി സഞ്ചരിക്കുകയാണ്. നിലവിൽ പടമലയിൽ നിന്നും 60 കിലോമീറ്റർ അകലെയെല്ലാമാണ് നിലവിൽ സഞ്ചരിക്കുന്നത്. ഇത് ഓരോ രാത്രി കൊണ്ടും 10-15 കിലോമീറ്റർ സഞ്ചരിച്ചായിരിക്കും മറ്റൊരു പ്രദേശത്ത് എത്തുന്നത്. ആദ്യം പടമലയിലെത്തി തുടർന്ന് മണ്ണുണ്ടിയിലും തുടർന്ന് ഇരുമ്പുപാലം കോളനിയിലും ബാവലിയിലും കർണാടകയിലും നിലവിൽ കേരളവുമായി അങ്ങനെ ഈ ആന ചുറ്റി നടക്കുകയാണ്. എന്തായാലും ഈ വനം വകുപ്പ് അധികൃതരും ഈ ആനയുടെ പുറകെ പോയി ഒരു തളർന്ന അവസ്ഥയിലാണ്. അതിനാൽ തന്നെയായിരുന്നു നാം കണ്ടത് 3 ദിവസം മുൻപ് ഇത്തരത്തിൽ കർണാടക വനം വകുപ്പിന്റെ സഹായം തേടിയിരുന്നു. നിലവിൽ അവർ കൂടി ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. എന്തായാലും ഈ വനം വകുപ്പ് അധികൃതരും വലിയ പ്രതിസന്ധിയിലാണ്. കാരണം ഈ ഒരു ആനയുണ്ട്. അതോടൊപ്പം തന്നെയായിരുന്നു അന്ന് പോളിനെ
ചവിട്ടിക്കൊന്ന ഈ മറ്റൊരു ആന. അതോടൊപ്പം തന്നെ ഇന്നലെ പുൽപ്പള്ളിയിൽ മറ്റൊരു കടുവ ഇറങ്ങിയിട്ടുണ്ട്. ആ കടുവയെ വെടിവെച്ച് പിടിക്കാനുള്ള ഉത്തരവുമായാണ് നിലവിൽ വനംവകുപ്പ് അധികൃതർ പോകുന്നത്. അതോടൊപ്പം അതിനെ ഇന്നലെ ആ കടുവയുമായി ബന്ധപ്പെട്ട് അതിനെ മയക്കുവെടി വയ്ക്കാനുള്ള തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കടുവയും ആനയുടെയും പുറകിലാണ് നിലവിൽ വനംവകുപ്പ് അധികൃതരും ദൗത്യ സംഘവും ഉള്ളത്. നിലവിൽ ഒരു ആനയെ മയക്കുവെടി വെച്ച് പിടികൂടണം, അതോടൊപ്പം തന്നെ പുൽപ്പള്ളിയിലെ മറ്റൊരു കടുവയും ഇത്തരത്തിൽ മയക്കുവെടി വെച്ച് പിടികൂടുക എന്ന പ്രതിസന്ധിയിലാണ് നിലവിൽ ദൗത്യ സംഘമുള്ളത്. യെസ്, വെല്ലൂർ മഗ്ന ഇപ്പോൾ കേരള കർണാടക അതിർത്തിയിൽ മേച്ചൂരിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. വനവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടത്തേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. ദൗത്യം വെല്ലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൗത്യം, മയക്കുവെടി വെക്കാനുള്ള ദൗത്യം നീളുന്നു എന്നുള്ളത് വനവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളി തന്നെയാണ്, വലിയ തലവേദന തന്നെയാണ്. നേരത്തെ മുള്ളംകൊല്ലിയിൽ ആനയുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ജാഗ്രതയിലായിരുന്നു. പഞ്ചായത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ജനവാസ മേഖലയിലേക്ക് ഏത് നിമിഷവും ആന തിരികെ എത്തുന്നു എന്നതാണ് പ്രധാനമായിട്ടുള്ള ഒരു വെല്ലുവിളി. ശ്രീജിത്താണ് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.